ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബിസ്ക്കറ്റ് കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ വീറ്റാ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടാക്കി നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, ഒരു ബൂസ്റ്റ് പൗഡർ ചേർത്തിട്ടുണ്ട് 5-ൻ്റെ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 5-4 ഏലക്ക ഇട്ട് എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഒരു ദോശമാവ്, കട്ടിയുള്ളൊരു ദോശമാവിൻ്റെ പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് മാത്രം പാല് ചേർക്കണം, കൂടുതലാവാൻ പാടില്ല. ഈ ഒരു പരുവത്തിന് നമ്മൾ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കതിലൊരു ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച്. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കറിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം ഇച്ചിരി മൈദാപ്പൊടിയോ അരിപ്പൊടിയോ കൂടി തൂറ്റി അതൊന്നായിട്ട് തട്ടിയെടുക്കണം കേട്ടോ. തട്ടിയിട്ട് എല്ലാം ബാക്കി ബാലൻസ് ചേർന്ന് കളയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം, കാരണം അതിലുള്ള ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടാത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇതുപോലെ നന്നായിട്ട് ഹീറ്റാക്കി അടുത്ത് നല്ല വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം ആ കുക്കർ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 10-25 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, മൊത്തത്തിൽ പണി കിട്ടി. ഞാൻ കേക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേറെ ശ്രദ്ധയിലായിപ്പോയി. അങ്ങനെ മൊത്തത്തിൽ അടുക്കി പിടിച്ചിട്ട് ഇതായി. പക്ഷേ കേക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേക്ക് നമുക്ക് ഇളകി വരുന്നില്ലായിരുന്നു. അത് പാത്രത്തിൽ സെറ്റായി പിടിച്ച് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ കഷ്ടിച്ചെല്ലാം കൂടി ഇളക്കി എടുത്തായിരുന്നു. അങ്ങനെ ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഇങ്ങനെ പാത്രത്തിൽ ഒട്ടി പിടിക്കത്തില്ല, എളുപ്പത്തിൽ തന്നെ റിമൂവായി കിട്ടും നമുക്ക്. അതുകൊണ്ട് ഇനി നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്.